ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ ഏറെക്കുറെ പേര് ഉപയോഗിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ നമുക്ക് കേട്ടുപരിചയമുള്ള ഒന്നാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡുകൾ ഇത്രയധികം ആൾക്കാർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബാങ്കുകൾ എന്തുകൊണ്ടാണ് ആൾക്കാരെ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാൻ വേണ്ടി ഇത്ര നിർബന്ധിക്കുന്നത്? അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ട്രാൻസാക്ഷൻ ചാർജസും ഈടാക്കാതെ ഒരു 45 ദിവസത്തേക്ക് ഒരു ലിമിറ്റ് അതല്ലെങ്കിൽ ഒരു 50,000 രൂപ, 1,00,000 രൂപ, അങ്ങനെ പല ലിമിറ്റിലുള്ള എമൗണ്ട് ആ കസ്റ്റമറിന് കൊടുക്കുന്നതുകൊണ്ട് ബാങ്കിന് എന്താണ് നേട്ടം? അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും പൈസ തരുന്നതുകൊണ്ട് അവരെങ്ങനെ ലാഭം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. പ്രത്യേകിച്ച് SBI കാർഡ്സിൻ്റെ IPO റിലീസ് ആകാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മൾക്ക് ഇന്ന് ഈ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനിലൂടെ കമ്പനികൾ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യമേ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ്റെ പിക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണാൻ സാധിക്കും. ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്. അതിന് നമുക്ക് ഇഷ്യൂയിങ് ബാങ്ക് അല്ലെങ്കിൽ ഇഷ്യൂവർ എന്ന് പറയാം. അത് ഇന്ന് നമുക്ക് പല ബാങ്കുകളും അവൈലബിൾ ആയിട്ടുണ്ട്. SBI, HDFC, ഇങ്ങനെ പല ബാങ്കുകളിൽ നിന്നും നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാണ്. നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോളുകളായിട്ട് വരാറുണ്ട്, സാർ ഈ ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങിക്കോളൂ, ഇത് നല്ല ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പല പ്രൊമോഷണൽ കോളുകൾ നമുക്ക് വരാറുമുണ്ട്. സോ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിനെ ഇഷ്യൂയിങ് ബാങ്ക് എന്ന് പറയുന്നു. ഈ കാർഡ് സ്വീകരിക്കുന്ന ആളെ നമ്മൾക്ക് കസ്റ്റമർ എന്നും വിളിക്കാം. അടുത്തതായിട്ട് പണം സ്വീകരിക്കാൻ പോകുന്ന ബാങ്ക്, അതായത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരു POS മെഷീനിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഏത് ബാങ്കിലേക്കാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ഏത് ബാങ്കാണോ പണം സ്വീകരിക്കുന്നത്, അതിനെ നമ്മൾ അക്വയറിംഗ് ബാങ്ക് എന്ന് വിളിക്കുന്നു. ഈ ഒരു POS മെഷീൻ വെച്ചിരിക്കുന്ന ആൾ ഒരു മർച്ചൻറ്റ് കാറ്റഗറിയിലുള്ള ആളായിരിക്കാം. അപ്പോൾ ഈ ഒരു ഹോൾ ട്രാൻസാക്ഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയൊരു അഞ്ചാമതായിട്ട് ഒരാളുണ്ടാവും. കാരണം നമ്മൾ ഒരേ ബാങ്കിലേക്ക് ആയിരിക്കത്തില്ല ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഒരു ബാങ്കിൽ നിന്ന് ഇനിയൊരു ബാങ്കിലേക്ക്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവൽ ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ പുറത്തുള്ളൊരു ബാങ്കിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോൾ പ്രോസസ്സിനെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ കാർഡിൻ്റെ ഓതറൈസേഷൻ നടത്തുക എന്നിങ്ങനെയുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സായി മാറും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ഉണ്ടാവും. അത് നമ്മൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കാർഡുകളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് മാസ്റ്റർ, വിസ, രൂപേ, അമെക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനെയൊരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കാണ്. കാരണം ഇവരാണ് ഈ ഒരു കാർഡിൻ്റെ ഓതറൈസേഷൻ, അതുപോലെ തന്നെ ഈ ബാങ്കുകളിൽ നിന്ന് അടുത്ത ബാങ്കുകളിലേക്കുള്ള ട്രാൻസാക്ഷൻ എല്ലാം മാനേജ് ചെയ്യുന്നത് ഒക്കെ ഇവരാണ്. അതിനായിട്ട് അവർ ചെറിയൊരു പ്രോസസ്സിംഗ് ഫീ ഈടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂയിങ് ബാങ്കിന് നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പെർസെൻറ്റേജ് ഈടാക്കാറുണ്ട്. അത് 1.8 മുതൽ 2.5% വരെയാണ് ഇന്ത്യയിൽ. അത് അവർ കസ്റ്റമറിൽ നിന്നല്ല, അത് മർച്ചൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ അക്വയറിംഗ് ബാങ്കിൻ്റെ അടുത്ത് നിന്നാണ് അവർ ഈടാക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരു ട്രാൻസാക്ഷൻ, ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനിൽ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൈസ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. സോ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ വന്നിട്ട് HDFCൻ്റെ കാർഡ് കയ്യിൽ വെച്ചിരിക്കുന്നു. അയാൾ ഒരു 100 രൂപയുടെ ട്രാൻസാക്ഷൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നടത്താൻ പോകുന്നു. സോ ആ സൂപ്പർ മാർക്കറ്റിൽ ആളുടെ കയ്യിലിരിക്കുന്ന POS മെഷീൻ ICICIയുടേതാണെന്ന് കരുതുക. ഇപ്പോൾ ഇഷ്യൂയിങ് ബാങ്ക് അവർ ഒരു ട്രാൻസാക്ഷനായിട്ട് ഈടാക്കുന്ന ചാർജസ് 2% ആണെന്ന് നമ്മൾ കരുതുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 100 രൂപയുടെ ട്രാൻസാക്ഷൻ ഇവിടെ നടത്തി കഴിഞ്ഞാൽ അവർ അതിൻ്റെ 2%, അതായത് 2 രൂപ അവർ അക്വയറിംഗ് ബാങ്കിൽ നിന്നും ഈടാക്കും. അതായത് കസ്റ്റമർ ഇവിടെ പേ ചെയ്യുന്നില്ല. കസ്റ്റമറിന് വേണ്ടിയിട്ട് HDFC ബാങ്ക് ICICI ബാങ്കിലേക്ക് 98 രൂപ കൈമാറ്റം ചെയ്യുന്നു. കാരണം അവരുടെ 2% ട്രാൻസാക്ഷൻ ഫീ അവർ ഈടാക്കിയിട്ട് ബാക്കി 98 രൂപ അക്വയറിംഗ് ബാങ്കായ ICICIക്ക് കൈമാറ്റം ചെയ്യുന്നു. ICICI ബാങ്ക് ഈ മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് 98 രൂപയും നിക്ഷേപിക്കത്തില്ല. കാരണം അവരുടെ ആ ഒരു POS മെഷീൻ്റെ ചാർജ്, ആ ഒരു ട്രാൻസാക്ഷൻ്റെ ചാർജായിട്ട് ഒരു ഉദാഹരണത്തിന് 50 പൈസ അവർ ഈടാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മർച്ചൻറ്റിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 രൂപ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ മർച്ചൻറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നത് 97 രൂപ 50 പൈസയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇഷ്യൂയിങ് ബാങ്കിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്യൂയിങ് ബാങ്കിന് ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നിന്നും 2 രൂപ കിട്ടി. അതേപോലെ തന്നെ അക്വയറിംഗ് ബാങ്കിന് 50 പൈസ കിട്ടുന്നു. പിന്നെ ഇവർ രണ്ടുപേരും ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ കാർഡിൻ്റെ ഓതറൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ ഈ വിസ അല്ലെങ്കിൽ മാസ്റ്റർ, അതുപോലെ തന്നെ അമെക്സ്, ഇവരൊക്കെ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന കാർഡ് വാലിഡ് ആണോ, അത് എക്സ്പയർഡ് ആണോ എന്നിങ്ങനെയുള്ള ഓതറൈസേഷൻ എല്ലാം നടത്തിയിട്ട് ഇത് ഓക്കെ,
ഇത് വാലിഡ് ആയിട്ടുള്ളൊരു കാർഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ ഒരു ട്രാൻസാക്ഷനെ നടത്തുന്നു. ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവരതിനായിട്ട് 2 ബാങ്കുകളുടെ അടുത്തുനിന്നും ഇഷ്യൂയിങ് ബാങ്കിൻ്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ അക്വയറിംഗ് ബാങ്കിൻ്റെ അടുത്തുനിന്നും ഒരു 2 പൈസ 3 പൈസ വെച്ച് ഈടാക്കാറുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ എമൗണ്ട് ആണെന്ന് വിചാരിക്കരുത്. കാരണം ഇവരാണ് ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനെയും ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്ന് ഒന്ന് മനസ്സിൽ കാണുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം പൈസ അവർ ഓരോ ട്രാൻസാക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ദിവസം ഈടാക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അതായത് 100 രൂപ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ മർച്ചൻ്റെ കയ്യിൽ കിട്ടുന്നത് 97 രൂപ 50 പൈസയാണ്. അതായത് 2000 രൂപ അയാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. കാരണം ഒരു 100 രൂപയുടെ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 95 രൂപയോ 96 രൂപയൊക്കെ ആയിരിക്കും. ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു പ്രോഫിറ്റാണ്. അപ്പോൾ അയാളുടെ പ്രോഫിറ്റിൽ നിന്നായിരിക്കും ഈ ഒരു പൈസ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഗോൾഡൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് അല്ലെങ്കിൽ നമ്മളൊരു ഓഫറൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിഡക്ഷനൊക്കെ ചോദിക്കുമ്പം സാർ കാർഡ് വെച്ചാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്കിത് തരാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ടാവും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. കാരണം അവിടെ അവർ ഈ ഒരു മാർജിനൽ പ്രോഫിറ്റിൽ നിന്നാണ് അവർക്ക് പൈസ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഓഫർ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു മാർജിനൽ പ്രോഫിറ്റിൽ നിന്ന് നഷ്ടം വന്നിട്ടും മർച്ചൻറ്റ്സ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചുള്ള ട്രാൻസാക്ഷനെ എനേബിൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പോകുന്നു. ഒരു 40,000 50,000 രൂപയുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ 1,00,000 രൂപയുടെ വേറൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാൻ പോകുമ്പം നമ്മുടെ കയ്യിൽ ചിലപ്പം 1,00,000 രൂപ ബൾക്കായിട്ട് എടുക്കാനുണ്ടായിരുന്നു വരത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് പൈസ കയ്യിലില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ പ്രോഡക്റ്റ് നോക്കിയിട്ട് പുറത്തേക്ക് പോരും. കാരണം നമുക്കത് വാങ്ങാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ കയ്യിലില്ല. ആ ഒരു പൈസ ഉണ്ടാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 1,00,000 രൂപ ലിമിറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കും. നമുക്കൊരു 45 ദിവസത്തെ കാലാവധി കിട്ടും ആ ഒരു പൈസ അടയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമുക്കത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പ്രോഡക്റ്റിനെ വാങ്ങാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് അവിടെ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമറിനുള്ളൊരു കൺവീനിയൻസ് ആണ് അവിടെ കൂടുതലായിട്ടും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഷോപ്പ് കീപ്പറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രോഡക്റ്റ് അവിടെ സെല്ലായി പോകുന്നു. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇങ്ങനെ കോമ്പറ്റീഷൻസ് കൂടുതലായിട്ട് വരുമ്പോൾ അവരുടെ പ്രോഡക്റ്റ് ഏറ്റവും വേഗം സെല്ലായി പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ള കാരണം നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒരു സ്പെൻഡിങ് നേച്ചർ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ പണം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മനോഭാവം ആൾക്കാരിൽ കൂടുതൽ വളർത്തുക എന്നുള്ളതും ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്കുള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു രണ്ടാമത്തെ റീസൺ ആണ്. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനിലൂടെ കമ്പനികൾക്ക് എന്തൊക്കെ വിധത്തിലാണ് അവർ ഇതിൽ നിന്നും ചാർജസ് ഈടാക്കുന്നത് നമുക്ക് നോക്കാം. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ നടത്തിയ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലായി ഇഷ്യൂയിങ് ബാങ്കിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഫീ ഉണ്ടാവും. അതുപോലെ തന്നെ POS മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ അവരുടെ മെഷീൻ ഫീ, പിന്നെ അതുപോലെ തന്നെ വിസ മാസ്റ്റർ അതുപോലെ തന്നെ നെറ്റ്വർക്കിൽ നിന്നും ഒരു പ്രോസസ്സിംഗ് ഫീ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തൊക്കെ തരത്തിലുള്ള ഫീ ആണ് ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഈടാക്കുന്നത് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ട്രാൻസാക്ഷൻ ഫീ ആണ് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ ഒരു ട്രാൻസാക്ഷൻ നടത്തി അയാൾക്കൊരു മന്ത്ലി ബില്ല് ജനറേറ്റ് ആയി പേ ചെയ്യേണ്ട ദിവസം അയാൾ ക്രോസ് ചെയ്തു. അതായത് ഒക്ടോബർ 9th പേ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. പക്ഷേ അയാൾ 9th പേ ചെയ്യുന്നില്ല, 10th 11th അങ്ങനെ ഡേറ്റ് മാറി വരുന്നു. സെക്കൻഡ് ഡേ തേർഡ് ഡേ അല്ലെങ്കിൽ താമസിച്ചതായിട്ട് പേ ചെയ്യുമ്പോൾ അയാൾ ആ ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞ് ബാങ്ക് ഒരു എമൗണ്ട് ഈടാക്കും. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്യാൻ സാധിക്കുന്നില്ല. അയാൾ ആ ഒരു മിനിമം ഡ്യൂ മാത്രമേ പേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് അയാൾ അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് പേ ചെയ്യാമെന്നും പറഞ്ഞ് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ പേ ചെയ്യാനുള്ള എമൗണ്ടിൻ്റെ മേൽ ഒരു ഇൻട്രസ്റ്റ് ചാർജസ് ബാങ്ക് ഈടാക്കുന്നു. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഓപ്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് EMI എന്ന് വെച്ച് കഴിഞ്ഞാൽ. EMI അതൊരു 12 മാസത്തെ 6 മാസത്തെ 9 മാസത്തെ EMI ഒക്കെ ആയിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു EMIക്ക് വേണ്ടിയിട്ട് അവരൊരു ചാർജ് ഈടാക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ക്രെഡിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷനുണ്ട് ക്യാഷ് അഡ്വാൻസ് ആയിട്ട് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്യാഷ് അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നതിന് ഒരു അഡ്വാൻസ് ഫീ അവർ ഈടാക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വരത്തില്ല. ചില പ്രീമിയം കാർഡുകൾക്കൊക്കെ അവർ ആനുവൽ ചാർജസ് ഈടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ആനുവലി ഇത്ര എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അവർ ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പുറത്ത് ഒരു ആനുവൽ ഫീ ഈടാക്കും. അത് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 500, 1000 അങ്ങനെയൊക്കെ പറഞ്ഞ പല റേഞ്ചുകളിലുണ്ടാവും. സോ ഇങ്ങനെയൊരു ഫീയും അവർ ഈടാക്കുന്നു.
അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വശമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുറേ ഫീകൾ വരാൻ സാധ്യതകളുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് എത്രമാത്രം ലാഭമാണ് അവർ ഈടാക്കുന്നത്. ഈ ഓരോ ഇൻട്രസ്റ്റ് ചാർജസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ലോൺ ചാർജസിനെക്കാട്ടിലൊക്കെ ലോണിൻ്റെ പെർസെൻറ്റേജിനെക്കാട്ടിലൊക്കെ വളരെ കൂടുതലായിരിക്കും. 13, 15 അങ്ങനെ വലിയ വലിയ പെർസെൻറ്റേജുകളിലേക്ക് ഇത് പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ SBIൻ്റെ IPOനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, SBI ആണ് മാർക്കറ്റിൽ 18% സ്പെൻഡിങ്ങിന്, അല്ലെങ്കിൽ SBI കാർഡ്സ് വെച്ചാണ് മാർക്കറ്റിലും 18% സ്പെൻഡിങ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു അത്രയും ആൾക്കാർ, ഇന്ത്യയിലെ 130 കോടി ആൾക്കാരിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു 10 കോടി ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതിൽ 18% ട്രാൻസാക്ഷൻസ് SBI ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ SBIക്ക് ഓരോ ട്രാൻസാക്ഷനിൽ നിന്നും അല്ലെങ്കിൽ ഒരു ദിവസം എത്രമാത്രം വരുമാനം ഇതിലൂടെ കിട്ടുന്നുള്ളത് നമുക്ക് ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനികൾ എത്രമാത്രം ലാഭമാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഏകദേശം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ SBI കാർഡ്സിൻ്റെ IPO വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിലയിരുത്തുക. അതുപോലെ തന്നെ ആ ഒരു SBI കാർഡ്സിൻ്റെ ഒക്കെ ഒരു ലാഭനഷ്ട കണക്കുകളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഒരു കൂടുതൽ പ്രോഫിറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു SBI കാർഡ്സിൻ്റെ IPOയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും കൂടുതലായിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.